ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ലോക പരിസ്ഥിതി ദിനാണ്. ഇപ്പൊ ബിയമോൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒരു തൈ നട്ടിട്ടാണ് പോകുന്നത്. ഈ പ്ലാവിന്റെ തൈയാണ് ബിയമോൾ ഇന്ന് നടുന്നത്. നമുക്കറിയാം പ്ലാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ മണ്ണിൽ വരുന്ന വെള്ളത്തിന്റെ അളവൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും, ഇപ്പൊ മണ്ണിലൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് വെള്ളം മണ്ണിൽ ഇറങ്ങും. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പ്ലാവിന് കഴിവുണ്ട്. നമുക്ക് നല്ല ചക്ക കിട്ടും. പ്ലാവിലെ നല്ലൊരു ജൈവ വളമാണ്. അതുപോലെ തന്നെ ആടിനെ വളർത്തുന്നതൊക്കെ ഇതിന്റെ ഇല വെട്ടിയിട്ടൊക്കെ തീറ്റയായിട്ടൊക്കെ കൊടുക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്ലാവിന്റെ തൈ വെക്കുന്നത്. നമ്മുടെ ഫാമിലി ഈ വർഷം കുറെ പ്ലാവിന്റെ തൈ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരുവാതിര ഞാറ്റുകാലത്തെ സമയത്താണ് അതൊക്കെ നടുന്നത്. ഇപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് നടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാവിന്റെ തൈ എടുത്തിട്ടുള്ളത്. അപ്പടി അത് നടാനുള്ള കുഴിയ രാവിലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബിയമോൾ അവക്കാഡോയുടെ തൈയാണ് നട്ടത്. അത് ഇപ്രാവശ്യം നല്ല സെറ്റായി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തൈ നടാനായിട്ട് ബിയമോൾ പിടിക്കും. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ പിടിച്ചോടാ, പതുക്കെ വെച്ച് കട്ട് ചെയ്തരാം. നമ്മൾ കൂടെ ബ്ലേഡ് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിടിച്ചോ, കയ്യിലാവില്ല, പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഈ തൈ നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കിയ റെഡ് ജാക്കിന്റെ തൈയാണ്. നമ്മൾ ഒരുപാട് റെഡ് ജാക്കിന്റെ തൈകൾ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ പെട്ട ഇനത്തിന്റെ തൈയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നടാനായിട്ട്. അപ്പൊ അതൊക്കെ വേണത് റെഡ് ജാക്ക് നല്ല പഴുത്ത് കഴിഞ്ഞാലൊക്കെ ഉൾഭാഗം നല്ല റെഡ് നിറത്തിലായിരിക്കും അതിന്റെ ചക്ക ഉണ്ടാകുന്നത്. അതൊക്കെ കുഴിയിലിട്ട് വെക്കണം കേട്ടോ. അതൊക്കെ ഇത് പൊട്ടെടുത്തിട്ടാ വേര് പോവും. അയ്യോ പൊട്ടി. ഇനി ഇവിടെ പിടി, നമ്മൾ പിടി, ഇങ്ങോട്ട് അങ്ങോട്ട് എടുത്തു. പതുക്കെ പിടി, പിടിച്ചിക്ക് പച്ചി. കുറച്ച് ജൈവവളം എടുത്തേ. നമ്മൾ കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടോടെ മിക്സ് ചെയ്താണ് നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബിയമോൾ മണ്ണിട്ടോ. ബിയമോൾ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കമ്പ് കുത്തി കൊടുക്കുന്നുണ്ട് ചെരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഇതുപോലെ കമ്പ് ഇതാ ചപ്പ് വെച്ച് കൊടുക്കുക. ഞങ്ങളൊരു കർഷക കുടുംബം ആയതുകൊണ്ട് തന്നെ മോൾക്ക് കൃഷി ചെയ്യാനും ഇതുപോലെ തൈകൾ നടാനൊക്കെ നല്ല താല്പര്യമുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ എല്ലാവരും മൊബൈലിന് അഡിക്റ്റ് ആണ്. അവർ മൊബൈലിന്റെ ഗെയിമിന്റെ ഒക്കെ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പം അവരൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ഈ കൃഷിയിലോട്ടും പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യത്തിലോട്ടൊക്കെ ഇതുപോലെ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ കർഷകരെ മാത്രമല്ല നമ്മളെല്ലാവരും കൂടിയാണ്. അതുകൊണ്ട് ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് നമ്മളും നമ്മുടെ മക്കളും ഇതുപോലെ തൈകൾ നട്ടുകൊണ്ടും പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാനും കാലാവസ്ഥാ വ്യതിയാനം ഒരു പരിധി വരെ തടയാനും നമുക്ക് സാധിക്കും.